ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീം കോടതി. വിശ്വാസികളല്ലാത്തവരുടെ ഹർജികൾ എന്തിന് കേൾക്കണമെന്ന് ജസ്റ്റിസ് നാഗരത്ന. ആദ്യ ഹർജിക്കാർ വിശ്വാസികളല്ലെന്നും കോടതി. വിവരങ്ങളുമായി ഷബ്ന ചേരുന്നു. ഷബ്ന, വിശദാംശങ്ങൾ. ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികൾ പരിഗണിക്കവെയാണ് ജസ്റ്റിസ് നാഗരത്ന ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്റെ, അതായത് ഈ 9 അംഗ ഭരണഘടനാ ബെഞ്ചിലെ ഏക വനിതാ അംഗമാണ് ജസ്റ്റിസ് നാഗരത്ന. ഈ ജസ്റ്റിസ് നാഗരത്ന ചോദിക്കുന്നത്, ശബരിമലയിലെ വിശ്വാസികൾ ആരെങ്കിലും യുവതീ പ്രവേശന വിലക്കിനെതിരെ ഹർജി നൽകിയിട്ടുണ്ടോ എന്നായിരുന്നു. ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ അതിന് മറുപടി നൽകിയിട്ടുണ്ട്. ക്ഷേത്രവുമായി ബന്ധമില്ലാത്തവർ നൽകുന്ന ഹർജി പരിഗണിക്കേണ്ടതുണ്ടോ എന്ന കാര്യം ആദ്യം പരിശോധിക്കണം എന്നതാണ് ജഡ്ജി പറഞ്ഞത്. അതോടൊപ്പം തന്നെ യങ് ലോയേഴ്സ് അസോസിയേഷനാണ് ഇത്തരത്തിലൊരു ഹർജിയുമായി ആദ്യമായി കോടതിയെ സമീപിക്കുന്നത്. യങ് ലോയേഴ്സ് അസോസിയേഷന് ശബരിമല ക്ഷേത്രവിശ്വാസവുമായി ബന്ധമില്ല എന്ന് സോളിസിറ്റർ ജനറൽ കോടതിയെ അറിയിക്കുകയും ചെയ്തു. ശബരിമലയിൽ യുവതി പ്രവേശനം ആവശ്യപ്പെട്ട ആദ്യ ഹർജിക്കാർ വിശ്വാസികളല്ല എന്ന പരാമർശം വീണ്ടും കോടതി ആവർത്തിച്ചു. സ്ത്രീകൾക്ക് പ്രവേശനം വേണമെന്ന് ഏതെങ്കിലും അയ്യപ്പ വിശ്വാസി നടത്തിയിട്ടുണ്ടോ എന്നതായിരുന്നു കോടതിയുടെ ചോദ്യം. ഇത്തരം കാര്യങ്ങളിൽ അവിശ്വാസികൾ എങ്ങനെ ഇടപെടും എന്നും ജസ്റ്റിസ് നാഗരത്ന ഇന്ന് ചോദിച്ചു. അവിശ്വാസികളുടെ ഈ ആവശ്യത്തെ എന്തിനാണ് കോടതികൾ ഇടം നൽകിയത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെയും കോടതി ഇന്ന് രാവിലെയും ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. ഇത് വിശ്വാസത്തിന്റെ ആചാരത്തിന്റെ ഭാഗമാണ് എന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തിരുന്നു. എന്നാൽ ഈ ആചാരത്തിന്റെ ഭാഗം എന്ന് പറയുമ്പോൾ ചില അന്ധവിശ്വാസങ്ങൾ വരുമ്പോൾ അതിനെ ഏത് രീതിയിലാണ് കാണേണ്ടത് എന്ന ചോദ്യവും കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള വാദത്തിനിടെയാണ് ജസ്റ്റിസ് നാഗരത്ന ഇത്തരത്തിൽ ഈ വിശ്വാസികളല്ലാത്തവരുടെ ഹർജി പരിഗണിക്കേണ്ട കാര്യമെന്ത് എന്ന രീതിയിലുള്ള പരാമർശം നടത്തിയിട്ടുള്ളത്. ഏതായാലും സോളിസിറ്റർ ജനറലിന്റെ വാദം ഇന്ന് പൂർത്തിയായിട്ടുണ്ട്. നാളെ സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ വാദം തുടരും. ഒരു പക്ഷേ നാളെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വാദം ആരംഭിക്കാനാണ് സാധ്യത. ഏതായാലും കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്ന സാഹചര്യത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആയിരിക്കും ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് നിലപാട് വ്യക്തമാക്കുക, അല്ലെങ്കിൽ വാദം നാളെ നടക്കുക. ഷബ്ന, അപ്പോഴും ഇതിലൊരു സംശയമുള്ളത്, ഈ പൊതു താൽപര്യ ഹർജികൾ നൽകുന്നതിന് ഭരണഘടനാപരമായി വിശ്വാസികളാകണമെന്ന് നിബന്ധനയുണ്ടോ? പൊതു താൽപര്യ ഹർജികൾ നൽകുന്നതിന് വിശ്വാസികളാകണമോ വേണ്ടയോ എന്ന കാര്യം അത്തരത്തിലുള്ള നിയമപരമായ യാതൊരു ബാധ്യതയുമില്ല. പക്ഷേ ഇത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. വിശ്വാസത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഹർജികൾ നൽകുന്നതിനെയല്ല കോടതി പറഞ്ഞിട്ടുള്ളത്. ഈ വിശ്വാസം, അതായത് ശബരിമലയിലെ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ശബരിമലയിൽ പ്രവേശിക്കണം, വിശ്വാസിയായ സ്ത്രീകൾക്ക് ശബരിമലയിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യമാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഹർജിയുടെ നിയമസാധ്യതയല്ല. പൊതു താൽപര്യ ഹർജികൾ വിശ്വാസികൾക്ക് നൽകുകയോ നൽകാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ വിശ്വാസിനിയായ ഒരു സ്ത്രീ ശബരിമലയിൽ പോകണം എന്ന് കോടതിക്ക് മുമ്പിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശബരിമല യുവതീ പ്രവേശനത്തിൽ സുപ്രധാന നിരീക്ഷണവുമായി സുപ്രീം കോടതി. വിശ്വാസികളല്ലാത്തവരുടെ ഹർജികൾ എന്തിന് കേൾക്കണമെന്ന് ജസ്റ്റിസിന്റെ പരാമർശം. ഷബ്നയാണ് വിവരങ്ങൾ നൽകിയത്.